വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അതുപോലെ തന്നെ IMO, നോർമൽ കോള്, ഇത്തരം കോളുകൾ എങ്ങനെ റെക്കോർഡ് ചെയ്യാം. നമുക്ക് എല്ലാ കോളുകളും കൂടെ റെക്കോർഡ് ചെയ്യാനുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ടെങ്കിൽ പോലും എല്ലാ ആപ്ലിക്കേഷൻസ് ഒന്നും ബെറ്ററായിട്ട് വർക്ക് ചെയ്യുന്നില്ല. എന്നാൽ ഞാൻ കുറേ അധികം പരീക്ഷിച്ചതിന് ശേഷം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പല കോളുകളും റെക്കോർഡ് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പം എന്തെങ്കിലുമൊക്കെ സാഹചര്യം വരുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചില കോളുകളൊക്കെ റെക്കോർഡ് വരുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനായിരിക്കും. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള റിവ്യൂ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം വരുന്ന ബെൽ ബട്ടണുകൾ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്കിതിനായിട്ട് യൂണിവേഴ്സൽ റെക്കോർഡർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ, യൂണിവേഴ്സൽ കോൾ റെക്കോർഡർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആവശ്യമാണ്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ആദ്യം തന്നെ ലഭിക്കും. നല്ല റേറ്റിംഗ് ഒക്കെ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആപ്ലിക്കേഷന് കുറേയധികം പെർമിഷൻസ് കൊടുക്കേണ്ടതുണ്ട്. എല്ലാ പെർമിഷൻസും അലോ ചെയ്ത് കൊടുത്താൽ മാത്രമായിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണം. ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. പ്ലേ സ്റ്റോർ പ്രൊട്ടക്ഷനുള്ള ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ എല്ലാ പെർമിഷൻസും അലോ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു ടിക്ക് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരും. ആ ടിക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. എല്ലാ പെർമിഷനും കറക്റ്റായിട്ട് അലോ ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുകയുള്ളൂ. ഇവിടെ നമുക്ക് ആക്സസ് പെർമിഷൻസ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും താഴെ ഡൗൺലോഡ് ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വരും. ആപ്ലിക്കേഷൻ്റെ പെർമിഷൻസ് നമുക്കിവിടെ ആപ്പിൻ്റെ പെർമിഷൻ ഏറ്റവും താഴെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് രണ്ട് ഓപ്ഷനും നമുക്ക് എനേബിൾ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ബാക്കിലോട്ട് പോകുമ്പോൾ എനേബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ താഴെ നമുക്ക് കാണാം. അവിടെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വരും. ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഏറ്റവും താഴെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കിടക്കുന്ന കാണാം. അതും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും ബാക്കിലോട്ട് പോകാം. അതിനുശേഷം വരുന്ന അടുത്ത ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ അത് സ്കിപ്പ് കൊടുക്കരുത്, അത് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുത്തു പോവുക. അപ്പോൾ നിങ്ങൾക്കിവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ഓപ്ഷനിൽ അലോ കൊടുക്കുക. നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുക. അടുത്ത വരുന്ന നിങ്ങൾ ഓൺലി യൂസ് ടൈം കൊടുത്താലും മതി, അല്ലെങ്കിൽ ഏറ്റവും മുകളിലത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന കോളുകൾ ഓരോന്നും നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് IMO വരുന്ന കോളുകൾ റെക്കോർഡ് ചെയ്യാം. അതുപോലെ നോർമൽ വരുന്ന കോളുകളെല്ലാം നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. വീഡിയോ കോൾ നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. വീഡിയോ കോളിൻ്റെ ഓഡിയോ നമുക്ക് ലഭിക്കും. വീഡിയോ കോൾ വന്നാൽ അതിൻ്റെ ഓഡിയോ നമുക്ക് റെക്കോർഡായിട്ട് കിട്ടും, വീഡിയോ കിട്ടത്തില്ല എന്നുള്ളതുള്ളൂ. വീഡിയോ കോൾ ചെയ്താലും ഓഡിയോ കോൾ ചെയ്താലും എല്ലാ കോളുകളും നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളിത് റെക്കോർഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക.